നമസ്കാരം, മിറക്കിൾ ടാരോട്ട് ഹീലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന റീഡിംഗ് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചാണ്. നിങ്ങളിലോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലോ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലോ ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും, എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ബ്ലാക്ക് മാജിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുവാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം ബ്ലാക്ക് മാജിക്കിനുള്ള ചെറിയ പ്രതിവിധികൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ബ്ലാക്ക് മാജിക് എന്നത് നമ്മൾ എല്ലാവരും സംസാരിക്കുവാൻ ഭയപ്പെടുന്ന ഒന്നാണ്. എന്നാൽ അതേസമയം നിങ്ങളെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് മനസ്സിലാക്കേണ്ടത് വളരെയധികം പ്രാധാന്യപ്പെട്ടൊരു കാര്യവുമാണ്. നല്ല കാര്യങ്ങൾ നശിപ്പിക്കുവാൻ നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ബ്ലാക്ക് മാജിക്. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള അമാനുഷിക ആത്മാക്കൾ പോലെയുള്ള ദുഷ്ടശക്തികളെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇരയുടെ മുടി, വസ്ത്രം, ഫോട്ടോ, നഖം എന്നിവ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആരെയെങ്കിലും നേരിട്ട് നോക്കി ബ്ലാക്ക് മാജിക് ചെയ്യാൻ കഴിവുള്ളവരുമുണ്ട്. കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. യൂണിവേഴ്സ് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ കാർഡ് സ്പ്രെഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. യൂണിവേഴ്സ് ഗൈഡ് മീ, യൂണിവേഴ്സ് ഗൈഡ് മീ. Guide me, universe, guide me. Guide me. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മജീഷ്യൻ, സ്ട്രെങ്ത്, 7 ഓഫ് സോർഡ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 3 ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 8 of cups. Bottom of the deck, Emperor and 7 of Pentacles. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ചുറ്റിപ്പറ്റിയോ എന്തെങ്കിലും അദൃശ്യമായി നിങ്ങൾക്ക് നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു മായാശക്തി, ഒരു മായാവലയം വീടിനോ നിങ്ങൾക്കോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? ആ ഫീലിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലാത്തൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു മാന്ത്രികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലോ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങളുണ്ടോ? നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ അസാധാരണമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? പ്രത്യേകമായി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന സന്ദർശകർ ആരാണ് എന്നുള്ള കാര്യം. വീട്ടിലുള്ളവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക.
നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അസുഖമുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ശരീരത്തിൽ പാടുകളോ ചതവുകളോ ഉണ്ടോ എന്ന് വ്യക്തമായി പരിശോധിക്കുക. ദിവസവും നിങ്ങൾ വിളക്ക് കത്തിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിനോ നിങ്ങളിലോ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരിലോ എന്തെങ്കിലും ഒരു അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും ശക്തിയോ നെഗറ്റീവ് എനർജീസോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇവയെല്ലാമാണ്. ആ ഒരു നെഗറ്റീവ് എനർജിയെ തിരിച്ചറിയുന്ന വിധവും യൂണിവേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പെട്ടെന്ന് എവിടെ നിന്നെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ, അതായത് ജോലി നഷ്ടപ്പെടുകയോ ബിസിനസ്സിന് പെട്ടെന്ന് ലോസ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് പെട്ടെന്ന് അടച്ചു പൂട്ടേണ്ടി വരുന്ന അവസ്ഥ, വലിയ രീതിയിൽ പെട്ടെന്നുണ്ടാവുന്ന സാമ്പത്തിക തകർച്ച, സാമ്പത്തികമായി പെട്ടെന്നുണ്ടാവുന്ന ഒരു ഭാഗ്യമില്ലാത്ത ഒരവസ്ഥ. നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക തകർച്ച ഉണ്ടായി എന്ന് കരുതി അത് ബ്ലാക്ക് മാജിക് ആകണമെന്നല്ല. കുറച്ച് ഘടകങ്ങൾ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത കാര്യം യൂണിവേഴ്സ് പറയുന്നത്, നിരന്തരമായി കുടുംബത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ, അതായത് കുടുംബത്തിൽ തുടർച്ച ഉണ്ടാകുന്ന ദുർമരണങ്ങൾ, ഇത് ബ്ലാക്ക് മാജിക്കിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നീട് കുടുംബത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ, ബന്ധങ്ങളുടെ പരാജയം, നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങളെ സ്നേഹിച്ചവരും പെട്ടെന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, നിങ്ങളുടെ കൂടെ താമസിക്കുന്നവരുടെ വ്യക്തിത്വത്തിലോ പെരുമാറ്റത്തിലോ ഉള്ള മാറ്റങ്ങൾ, നിരന്തരം വീട്ടിലുള്ള കലഹങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോൾ തന്നെ ശത്രുതയുണ്ടാവുന്ന ഒരവസ്ഥ, പരസ്പരം സ്നേഹിച്ചവർ തമ്മിൽ പെട്ടെന്നുണ്ടാവുന്ന കലഹങ്ങൾ, പരസ്പരം സ്നേഹിച്ച് കൂടെ നിന്നവർ തല്ലിപ്പിരിയേണ്ടി വരുന്ന ഒരവസ്ഥ, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയെന്നും മാനസികാവസ്ഥയിൽ തീവ്രമായ മാറ്റങ്ങൾ ഉണ്ടെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് മാജിക് കാരണമാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൂചന. ആ വ്യക്തി പെട്ടെന്ന് കോപം പ്രകടിപ്പിക്കുക, ചിലപ്പോൾ ഏകാന്തമായിരിക്കുക, നിരാശ കാണിക്കുക, ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവുക, വെറുതെ ഇരിക്കുമ്പോൾ കാണിക്കുന്ന ഭയം, ഒരു ഭ്രാന്തമായ അവസ്ഥ, വിഷാദരോഗം തുടങ്ങിയ മാനസിക അസ്വസ്ഥതകൾ കാണിക്കുക. ഇതൊക്കെ വീട്ടിൽ ബാധിച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവരിൽ ബാധിച്ചതായിട്ടുള്ളയോ നെഗറ്റീവ് എനർജിയുടെ ബ്ലാക്ക് മാജിക്കിൻ്റെയോ സൂചനകളാണ്. അപ്രതീക്ഷിതമായി അസുഖങ്ങൾ വരുന്നു, എത്ര ചികിത്സ എടുത്തിട്ടും ആ അസുഖങ്ങളൊന്നും മാറാത്ത അവസ്ഥ, ഒരസുഖം നിലനിൽക്കുമ്പോൾ തന്നെ വിട്ടുമാറാത്ത അടുത്ത അസുഖങ്ങൾ തുടർച്ചയായി വരിക, ഈ അവസ്ഥകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മാറാത്ത തലവേദന, ശരീരവേദന, വിശദീകരിക്കാനാവാത്ത അനവധി ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷീണം, അലസത, ഇവയെല്ലാം ബ്ലാക്ക് മാജിക് ബാധിച്ചവരിൽ ഉണ്ടായേക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബ്ലാക്ക് മാജിക് ബാധിച്ച വ്യക്തിയിൽ പേടി സ്വപ്നങ്ങൾ വേട്ടയാടിയേക്കാം. രാത്രികാലങ്ങളിൽ ഉറങ്ങുമ്പോൾ ആരോ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. ഇവ കാരണം ആ വ്യക്തിയുടെ ഉറക്കം തന്നെ നഷ്ടമാകും. ചിലപ്പോൾ നിങ്ങൾ കാലാകാലങ്ങളായി കാത്തിരുന്ന എന്തെങ്കിലും ജോലിയോ അവസരങ്ങളോ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരും. ആ ഒരു സന്തോഷം, അപ്പോഴുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. ബ്ലാക്ക് മാജിക് ബാധിച്ച സിറ്റുവേഷനിലെല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന പല നേട്ടങ്ങളും പെട്ടെന്ന് തന്നെ നഷ്ടമാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾ ഏത് നല്ല കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരാജയങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവ ബ്ലാക്ക് മാജിക്കിനെ സൂചിപ്പിക്കുന്നതാണ്. എപ്പോഴും നിരാശ, ഇമോഷണലി ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നലുകൾ, ഏകാന്തത മാത്രം ആഗ്രഹിക്കുന്ന അവസ്ഥ, സന്തോഷം നഷ്ടപ്പെടുക, എല്ലാത്തിനുമുള്ള അലസത, ഇവയെല്ലാം ബ്ലാക്ക് മാജിക്കിനെ സൂചിപ്പിക്കുന്നതാണ്. വീട്ടിലുണ്ടാവുന്ന ദുർഗന്ധങ്ങൾ, നിങ്ങൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ ചലിക്കുന്നത് പോലെയുള്ള അവസ്ഥ, നിങ്ങളെ ആരൊക്കെയോ
പിന്തുടരുന്നതും നിരീക്ഷിക്കുകയും എന്ന പോലുള്ള അവസ്ഥ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇനി ആരാണ് നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിന് ആ ഒരു കാര്യത്തിലും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് അസൂയ ഉള്ളവരും നിങ്ങളുടെ അടുത്തുള്ളവരും നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവരുമായിരിക്കും നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തികത്തെ പറ്റിയും നിങ്ങളുടെ വിജയത്തെ പറ്റിയും കുടുംബത്തെ പറ്റിയും നിങ്ങളുടെ സന്തോഷം കൺമുന്നിൽ കാണുന്നവരുമായിരിക്കും നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ളത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അരികിലുള്ള അസൂയക്കാർ നിങ്ങളുടെ അകലെയുള്ള ശത്രുവിനേക്കാൾ അപകടകാരിയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വലിയ സൂചന. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. യൂണിവേഴ്സ് പറഞ്ഞ ഇതുപോലുള്ള അടയാളങ്ങളോ സൂചനകളോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിത്യ സന്ദർശകർ ആരാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രതിവിധി എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാം. ഈ ഒരു പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക്കിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. കാലഭൈരവ പൂജ, ദുർഗാ സപ്തശതി പൂജ എന്നിവ നടത്താം. പിന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരിൽ തുടർന്നുള്ള 7 ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും അഘോര പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഉത്തമമാണ്. അഘോര മന്ത്രം നിത്യേന ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഉപ്പും മഞ്ഞളും കലക്കിയ വെള്ളം കൊണ്ട് നിങ്ങളുടെ വീട് മുഴുവൻ തുടയ്ക്കുന്നതും നെഗറ്റീവ് എനർജിയെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ദിവസേനയുള്ള വ്യായാമവും ധ്യാനവും നിങ്ങളെ പോസിറ്റീവ് പ്രഭാവലയവും മനോഭാവവും നിലനിർത്തുവാൻ സഹായിക്കും. ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ കാഠിന്യത്തെ സ്വയമേ അകറ്റി നിർത്തുവാൻ സഹായിക്കും. ദിവസേന വിളക്ക് കത്തിക്കുന്നതും സന്ധ്യാനാമം വെക്കുന്നതും വളരെയധികം നല്ലതാണ്. വീട്ടിലെപ്പോഴും സുഗന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ ബ്ലാക്ക് മാജിക്കിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ പ്രതിവിധികൾ ചെയ്തിട്ട് മാറ്റം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പൂജകളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ചെയ്യുന്ന ഒരു താന്ത്രികനെ കണ്ടിട്ട് നിങ്ങളുടെ ഭവനത്തിൽ വേണ്ട പൂജാക്രിയകൾ ചെയ്യുക. അതിലൂടെ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വീടിനെയും ബാധിച്ച എല്ലാവിധ ദോഷങ്ങളും നെഗറ്റീവ് എനർജീസും ബ്ലാക്ക് മാജിക്കും അകന്നു പോകുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ റീഡിംഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക.